ഇന്ന് നമുക്കൊരു ഹെൽത്തി ചിക്കൻ മന്തി ഉണ്ടാക്കിയാലോ. ഇത് എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണ്. ലെറ്റ്സ് ഗോ. ആദ്യം നമുക്ക് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 3 വറ്റൽമുളകും കൂടെ ഇട്ട് പാനിൽ നല്ലോണം ചൂടാക്കി എടുക്കാം. ആ മുളകൊന്ന് കട്ട് ചെയ്ത് ഇതെല്ലാം ബ്ലെൻഡറിലേക്ക് ഇട്ട് ക്രഷ് ചെയ്ത വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബീട്രൂട്ട് എക്സ്ട്രാക്റ്റും 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും ഇട്ട് നമുക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം തൊലിയില്ലാത്ത 1 കിലോ ചിക്കന്റെ തൈ പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് അടിച്ചു വെച്ച മസാല നല്ലോണം മാരിനേറ്റ് ചെയ്ത് 30 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പോട്ടിലേക്ക് 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഹോൾ സ്പൈസ് ഇട്ട് കൊടുക്കാം. പകുതി സവാള ഡൈസ് ചെയ്തത്, പകുതി ക്യാപ്സിക്കൻ ഡൈസ് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 മാഗി ക്യൂബും 1 ടീസ്പൂൺ ഉപ്പും പിന്നെ 4 പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളിയും പിന്നെ കഴുകി കുതിർത്ത് വെച്ച 2 കപ്പ് സെല്ല ബാസ്മതി ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം നല്ല രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഒരു ഫോയിൽ വെച്ച് അതിൽ ഹോളിട്ട് 3-4 സ്ക്യൂവേഴ്സ് ഞാൻ ചിക്കന്റെ വെയിറ്റ് താങ്ങാൻ വേണ്ടി വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമ്മുടെ മാരിനേറ്റ് ചെയ്ത തൈ പീസ് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതിന് മേളിൽ ഒരു ഫോയിലും കൂടെ വെച്ച് നമുക്കൊന്ന് കവർ ചെയ്യാം. 20 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് പിന്നെ ഓഫ് ചെയ്ത് 45 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിഡിലൻ ചിക്കൻ മന്തി റെഡി. അപ്പോൾ പ്ലേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൊമാറ്റോ ചട്നി ഇട്ട് കൊടുക്കാം. 150 ഗ്രാം മന്തി റൈസ്, 3 ടേബിൾ സ്പൂൺ യോഗട്ട് സാലഡ്, 150 ഗ്രാം ചിക്കനും പിന്നെ നമ്മുടെ ഹെൽത്തി മയവും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം 58 ഗ്രാം പ്രോട്ടീനും 700 കാലറിയുള്ള ഈ കിഡിലൻ മന്തി റെഡി. സൈഡുകളുടെയും ആ ഹെൽത്തി ഗാർലിക് മേയോന്റെയും റെസിപ്പി അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ കഴിക്കുന്നതിന്റെ അളവും ഇൻഗ്രീഡിയൻസും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജിമ്മിൽ പോണവർക്കും ഡയറ്റ് നോക്കണവർക്കും ഇത് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി.